ഇന്ന് നമ്മുടെ കൊല്ലങ്കോട് പുലിക്കോട്ട് അയ്യപ്പൻ ക്ഷേത്രത്തിൽ ആനയോട്ട് നടക്കുന്നുണ്ട്. അതിന്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. മാസത്തിലെ ആനയോട്ടിന് പിന്നിൽ പ്രധാനമായും പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ആത്മീയമായ ഐതിഹ്യവും ആയുർവേദ ശാസ്ത്രവുമാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ആനയോട്ട് നടക്കുന്നത് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ്. ആനകളെ ഗണപതി ഭഗവാന്റെ ജീവനുള്ള പ്രതീകമായാണ് ഭക്തർ കാണുന്നത്. വിഘ്നങ്ങൾ അകറ്റുന്ന ദൈവമാണ് വിഘ്നേശ്വരൻ. കർക്കിടക മാസത്തിലെ തുടക്കത്തിൽ ആനകൾക്ക് ആദരവോടെയും ഭക്തിയോടെയും ഭക്ഷണം നൽകുന്നത് വഴി ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് പ്രധാന വിശ്വാസം. കർക്കിടക മാസം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും സുഖചികിത്സയുടെയും ശരീരപുഷ്ടിയുടെയും കാലമാണ്. കഠിനമായ മഴക്കാലത്ത് ആനകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആയുർവേദ വിധിപ്രകാരമുള്ള ഔഷധങ്ങൾ ചേർത്താണ് ആനയോട്ട് സദ്യ തയ്യാറാക്കുന്നത്. ചോറ്, ശർക്കര, നെയ്യ്, കരിമ്പ്, പഴങ്ങൾ എന്നിവയ്ക്കൊപ്പം ആനകളുടെ ദഹനശേഷിയും പ്രതിരോധശേഷിയും കൂട്ടാനുള്ള പ്രത്യേക ആയുർവേദ മരുന്നുകളും ഇതിൽ ഉൾപ്പെടുന്നു. നീണ്ട യാത്രയും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ക്ഷീണിതരായ ആനകൾക്ക് തിരികെ എത്തിയപ്പോൾ ആരോഗ്യം വീണ്ടെടുക്കാൻ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പ്രത്യേക ഔഷധ സദ്യ നൽകി. ഇത് പിന്നീട് ജനപങ്കാളിത്തത്തോടെ എല്ലാ വർഷവും കർക്കിടകം 1-ാം തീയതി വലിയൊരു ഉത്സവമായി മാറിയിരുന്നു. പുനരഭിജനനീ
ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്ന ആത്മീയ വിശ്വാസവും പ്രകൃതിയോടും മൃഗങ്ങളോടും കരുണയും ചേരുന്നതാണ് കർക്കിടക മാസത്തിലെ ആനയോട്ട് എന്ന പുണ്യകർമ്മം. പുലിക്കോട് അയ്യപ്പൻ ക്ഷേത്രത്തിലെ ആനയോട്ട് മഹോത്സവം അതിഗംഭീരമാക്കിയ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. പുനരഭിജനനീ ജഡരേ ശയനം പുനരഭിജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദൂരം